മാനന്തവാടിയിലിറങ്ങിയ ആളെ കൊല്ലി കാട്ടാന ബേലൂർ മഖിനെ മയക്കുവെടിവെക്കാനുള്ള ദൗത്യം 6ാം ദിവസം. കർണാടകത്തിൽ നിന്ന് എത്തിയ 25-അംഗ ടാസ്ക് ഫോഴ്സും ഡോക്ടർ അരുൺ സഖറയും ഇന്ന് ദൗത്യസംഘത്തിനൊപ്പം ചേരും. പനവല്ലി മേഖലയിലാണ് ആനയുള്ളത്. ഇതിന് സമീപം ജനവാസ മേഖലയുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ മാനന്തവാടിയിൽ നിന്നും. അരുൺ, ഇന്നിപ്പോൾ 6ാം ദിവസമാണ് ദൗത്യത്തിന്റെ. പക്ഷേ കൂടുതൽ ടാസ്ക് ഫോഴ്സ് ദൗത്യസംഘത്തിനൊപ്പം ചേരുന്നു. ഒപ്പം ഡോക്ടർ അരുൺ സഖറിയ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മയക്കുവെടി വെക്കാനുള്ള എല്ലാ സാധ്യതകളും സംഘത്തിനുണ്ടോ? എന്താണ് നിലവിലെ പ്രതിസന്ധിയായി മുന്നിലുള്ളത്? പ്രജിൻ, വലിയ ആത്മവിശ്വാസത്തിലാണ് വനം വകുപ്പ് ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മയക്കുവെടി വെക്കാനുള്ള ശ്രമം വനം വകുപ്പ് നടത്തിയിരുന്നു. പക്ഷേ ആ സ്ഥലത്തെ ഭൂപ്രകൃതിയായിരുന്നു പ്രധാനമായും പ്രതിസന്ധിക്ക് കാരണമുണ്ടായത്. ഇന്നിപ്പോൾ പനവല്ലി ഭാഗത്തേക്ക്, അതായത് പനവല്ലി ആദണ്ഡ ഭാഗത്താണ് ഈ ആനയുള്ളതെന്നാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനെ തൊട്ടടുത്ത ജനവാസ മേഖലയാണ്. അവിടുത്തെ ഒരു കാപ്പിത്തോട്ടത്തിലേക്ക്, ആദണ്ഡ ഭാഗത്തെ ഒരു കാപ്പിത്തോട്ടത്തിലേക്ക് ആന ഇന്നലെ രാത്രിയോടുകൂടി എത്തിയിട്ടുണ്ട്. 1 മണിയോടുകൂടി എത്തിയിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമൊക്കെ ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെ അവിടെ കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആന പുറത്തേക്ക് ജനവാസ മേഖലയിലേക്ക്, ആ കാപ്പിത്തോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ വഴികളും നാട്ടുകാർ അടച്ചിട്ടുണ്ട്. ആനയെ ബ്ലോക്ക് ചെയ്തൊരു അവസ്ഥയാണ് നിലവിൽ. വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, നേരത്തെ ഞാൻ ബേഗൂർ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബേഗൂർ ഫോറസ്റ്റ് ഓഫീസിൽ പോയി നോക്കിയിരുന്നു. ഇന്നലെ അവിടെയായിരുന്നു കുങ്കിയാനകളെയൊക്കെ നിർത്തിയിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ കുങ്കിയാനകളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ പനവല്ലി ഭാഗത്ത് മൊബൈൽ ഫോണിന് റേഞ്ച് കുറവാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇരുമ്പു പാലത്താണ് നിൽക്കുന്നത്. എന്തായാലും ആനയെ ഇന്ന് മയക്കുവെടി വെക്കാൻ കഴിയുമെന്നാണ് വലിയ പ്രതീക്ഷയുള്ളത്. മാത്രമല്ല 25-അംഗ ടാസ്ക് ഫോഴ്സ് കർണാടക ടീമിൽ നിന്നും എത്തിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സഖറിയ ഇന്ന് രാവിലെ തന്നെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ ഒരു ആത്മവിശ്വാസം, വലിയ ശുഭപ്രതീക്ഷയിലാണ് വനം വകുപ്പും നാട്ടുകാരും ഒക്കെ ഉള്ളത്. ഇന്ന് ആനയെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രജിൻ, ശരി, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്.